ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് വാളയാർ ചെക്ക് പോസ്റ്റിലാണ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു. ഉക്കടത്ത് നിന്ന് ഗാന്ധിപുരം സ്ട്രീറ്റിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇനി നമുക്ക് ഗാന്ധിപുരം സ്ട്രീറ്റിൽ പോയ കാഴ്ചകൾ കണ്ടാലോ. നമ്മുടെ കേരളത്തിലെ പോലെ ട്രാഫിക് നിയമങ്ങൾ അത്ര സ്ട്രിക്റ്റ് അല്ല കേട്ടോ. ഇവിടെ 2 വീലറിൽ 2-3 ആൾക്കാരാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്. ഈ ഉക്കടം ടൗൺ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ്സ് ആണ് ചെന്നൈ സിൽക്കിൻ്റെ 10 നില ബിൽഡിങ്ങും പോത്തീസ്, രാംരാജ് ഇവരുടെ ഷോറൂമും. ഇതൊക്കെ ഞാൻ TV-യിൽ പരസ്യത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നേരിട്ട് കാണാൻ പറ്റി. കണ്ടില്ലേ ഇവിടുത്തെ സ്ട്രീറ്റ് എത്ര പോപ്പുലേറ്റഡ് ആണെന്ന്. അപ്പോൾ ഇത് അവിടുത്തെ ആൾക്കാർ വിൽക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ് ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ, പല വലിപ്പത്തിലും നിറത്തിലും. ഞങ്ങളിതൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വിലയൊക്കെ ചോദിച്ചു പാസ് ചെയ്തു. അപ്പം ഇതാണ് ചെന്നൈ സിൽക്സിൻ്റെ ഫ്രണ്ട് വ്യൂ. ആ ഗ്ലാസ്സിൽ കണ്ടില്ലേ, അത് അതിൻ്റെ ലിഫ്റ്റാട്ടോ. എന്തൊരു വലിയ ലിഫ്റ്റാ. കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരിക്കലാവാന്ന് വിചാരിച്ചു. ഇനി വരുമ്പോൾ എന്തായാലും ഇവിടെ കയറുമെന്ന് ഉറപ്പിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ജോലിക്ക് പോകുന്നവരും സ്റ്റുഡൻസൊക്കെ ഞങ്ങളെ കണ്ടിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് രാംരാജിൻ്റെ ഷോറൂം. നമ്മുടെ ജയറാമേട്ടൻ്റെ മുണ്ടിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇവിടെ നമുക്ക് എന്തെങ്കിലും കുഴിഞ്ഞു. ഒരുപാട് മാളുകൾ, ഫാൻസി ഷോപ്പുകൾ, ജ്വല്ലറികൾ, ഹോട്ടലുകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ഉന്തുവണ്ടിയിലും അല്ലാതെയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല റേറ്റാണ്. ഭിക്ഷ യാചിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഹാൻഡ്ലൂം ഷോറൂമുകളും ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളാട്ടോ. ഞങ്ങളെ വണ്ടി അവിടെ ദൂരെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇത്. കിഡ്സിന് പറ്റിയ ഒരുപാട് ടോയ് ഷോപ്സ്, സ്റ്റേഷനറീസ്, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഗിറ്റാറൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു കടയുടെ മുന്നിൽ ഇങ്ങനെ കോലിടുന്നത്. എന്ത് രസമല്ലേ ചേച്ചി ഇടുന്ന കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളികൾ ഉണ്ടാവും അവിടെ. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് മലയാളികളെ ഞങ്ങൾ കണ്ടുകൂട്ടി. ഇപ്പോൾ റോട്ടിലെ തിരക്കൊക്കെ അത്യാവശ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു ടേൺ എടുത്തു. ഓരോരോ നാടുകളും വ്യത്യസ്തമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും ഓരോരോ കൾച്ചറാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ പല അങ്ങനെ ഓരോ നാടിനും ഓരോ കഥകളാണ് പറയാനുണ്ടാവുക. അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഈ കാണുന്ന ആര്യാസ് ഹോട്ടലിനായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിരുന്നത്. ഇത് നല്ലൊരു കളക്ഷനുള്ളൊരു ഫാൻസി ഷോപ്പാട്ടോ. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഹാർഡ്വെയർസ് പർച്ചേസിങ് ആണ്. ഇവിടെ ഹാർഡ്വെയർസൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാട്ടോ കിട്ടുക. അപ്പം നല്ല അടിപൊളിയായ കുപ്പിവളേൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ നടന്ന് പോത്തീസ് എത്തിയത് അറിഞ്ഞില്ല. ഇവിടെ നല്ല ഓഫറാണ് തോന്നുന്നു, ഭയങ്കര തിരക്ക്. ഹോം ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനങ്ങളുള്ള കടയാട്ടോ ഇത്. എന്തല്ല അല്ലേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരട്ടെ. ഇതാ നോക്ക്, ഇവിടെയാണ് ഓഫറിൻ്റെ പെരും മഴ.
പിന്നെ ഇവിടുന്ന് ഞങ്ങൾ 2 USB കേബിൾ വാങ്ങിട്ടോ. ഈ റെഡ് കളറിലുള്ള കദളിപ്പഴം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഫേമസ് ആയ അന്നപൂർണി ഹോട്ടൽ? ഇതാണ് ഞങ്ങൾ വാങ്ങിയ USB കേബിൾ. അങ്ങനെ ഒരു ചായയുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.